ബാക്കി 20-25 അടുത്ത് ചെലവ് വരും. 85-90 പാക്കേജാ പറയണ. പണിയുണ്ട്. പക്ഷെ ഞാനിപ്പോ ജോബി എന്ന് പറഞ്ഞിട്ട് ഒരുത്തം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അജിത്ത് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരുത്തം പോയിട്ടുണ്ടായിരുന്നു. ഭാര്യമാര് നേഴ്സുമാരാ. 3 ലക്ഷം രൂപ ശമ്പളം. അവരിപ്പോ ഈ കരയാ നാട്ടിലേക്ക് തിരിച്ചു വരാന്ന് നോക്കാന്ന്. കാരണം വേറൊന്നും അടിയാളന്മാരെ പോലെ മതി. കാർഷികന്മാർക്ക് ജോലി കിട്ടുന്നില്ല. ഇത് കാരണം ഓൾറെഡി കോംപ്ലക്സ് വരും ഇന്നല്ലെങ്കിൽ നാളെ. കാരണം കുട്ടീനെ നോക്കിയിരിക്കുക ഇവളുടെ അടി പോവാടി. പിന്നെ വേറൊരു ഇവന്മാർക്ക് നേഴ്സുമാരൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അതായത് നമ്മൾ മോർണിംഗിൽ ഇപ്പൊ നമ്മള് ആക്ച്വലി കല്യാണം കഴിക്കുന്നതിന്റെ ആവശ്യമുണ്ടാവും. മറ്റൊരു കാര്യം മാത്രമല്ല, രണ്ടുപേരും ജോലി കഴിഞ്ഞ് വന്നൊന്ന് സംസാരിക്കുക, റിലാക്സ് ആവുക, പ്രശ്നങ്ങൾ തുറന്നു പറയാ, പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് അതിനുകൂടി വേണ്ടിയാണല്ലോ. നല്ല ഫ്രണ്ട്ഷിപ്പ് കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മള് പകല് പോയി അധ്വാനിച്ച് വരുന്നു, രാത്രി ഇവിടെയുള്ള ജോലിക്ക് പോകുന്നു. ഇതന്നെ കാനഡയും അയർലൻഡിലോ പോയിട്ടുള്ളത്. അപ്പൊ ഇവന്മാരെന്താ വെച്ച് കഴിഞ്ഞാൽ പകല് 4 മണിക്കൂർ പെട്രോൾ പമ്പിൽ പോകും. വേറെ ജോലി കിട്ടണ്ടേ 3 ലക്ഷം രൂപ ശമ്പളം. അതുകൊണ്ടാണ് ഈ കുടുംബം പോണത്. ഇവന്മാരെന്താ വെച്ച് കഴിഞ്ഞാൽ നാണകേടല്ലേ അധ്വാനിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ. അപ്പൊ പെട്രോൾ പമ്പിൽ പോകും. അപ്പൊ അവിടെ 500 രൂപ കിട്ടുന്ന പറയണേ 1 മണിക്കൂറിന്. 4 മണിക്കൂർ 2000 രൂപയില്ലേ ഇവിടത്തിന്റെ പണിയില്ലേ. പിന്നെ വേറെ ഒന്നും ചെയ്യണമെന്ന് വെച്ചാൽ പിള്ളേരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോയി 500 രൂപ വെച്ച് കൊടുക്കുന്നു ഒരു കളിക്ക്. ക്യാഷ് ഇഷ്ടം പോലെ ഇല്ല അവിടെ കാനഡയിലൊക്കെ. അങ്ങോട്ട് വീഡിയോ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് അടിച്ച് കഴിഞ്ഞാൽ പ്രധാന തലവേദന മാറി. പിന്നെ നാട്ടിലെ ആൾക്കാരൊന്നും ഇല്ലാന്ന് വേറെ ഇടപാട് 2 കൂട്ടിരിക്കും. ഈ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഇതിലും കോളേജില്ലേ മറ്റാൾക്കാർക്ക് അവർ ജോലിക്ക് വേണ്ടിയിട്ടാ പോണത്. അന്തസ്സുണ്ട്. 1 മണിക്കൂറിന് വേണ്ടിയിട്ടല്ലേ കറക്റ്റ് കാശ് ട്രാവൽസിലൊക്കെ നിന്നിരുന്നത്. ഞാനിപ്പോ ഒരു 10 ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ എനിക്ക് ആകെ 5000 രൂപ ശമ്പളമുള്ളൂ. 2000 രൂപ 2012 ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്തു. ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ചെന്നു. പിന്നെ ഞാൻ അവിടുന്ന് ടാലി കോഴ്സൊക്കെ പഠിച്ചിട്ട് ഞാൻ ശരിക്കും ഇതിനല്ല ഞാൻ അവിടെ നിന്ന് നിർത്തി. 7 മാസമല്ല 1 കൊല്ലത്തോളം തികച്ചു. അതായത് 4 മാസം ഞാൻ ഓഫീസിലായിരുന്നു. പിന്നെ ഒരു 8 മാസത്തോളാണ് ഇവിടെ. എന്നിട്ട് പിന്നെ എനിക്ക് ഔട്ടിങ്ങിന് വരെ പോകാൻ പറ്റില്ല സെറ്റ് ആയിട്ടുള്ളത്. അതായത് ആദ്യത്തെ ഒരു 20 വയസ്സ് വരെ നമുക്ക് നല്ല ആരോഗ്യവും സമയം ഉണ്ടാവും. പക്ഷെ പൈസ ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ. ഇങ്ങനെ ഇരിക്കുമ്പോൾ യെസ് ബാങ്കിൽ ഓഫർ വന്നത്. അവര് പറഞ്ഞു ഞാൻ